ചൈനയുടെ നേതൃത്വത്തിൽ 15 ഏഷ്യൻ രാജ്യങ്ങൾ ചേർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡ് എഗ്രിമെൻറ്റിൽ, അതായത് വാണിജ്യ കരാറിൽ ഒപ്പുവെച്ചു. 8 വർഷങ്ങൾ നീണ്ട ചർച്ചകളുടെയും നെഗോസിയേഷൻസിൻ്റെയും ഒടുവിലാണ് കരാർ പൂർത്തീകരിച്ചത്. തുടക്കത്തിൽ ഇതിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യ, പിന്നീട് പിന്മാറി. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ കരാറിൻ്റെ ഭാഗമാകണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു? പ്രത്യേക പരിഗണന നൽകി വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അതെന്തുകൊണ്ട്? ഇന്ത്യക്ക് കരാറിൻ്റെ ഭാഗമായാലുള്ള ഗുണമെന്ത്? ഇല്ലെങ്കിൽ എന്ത് നഷ്ടം? RCEP കരാറിനെ പറ്റി നമുക്ക് വിശദമായി ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ന്യൂസ് സെൻസിൽ സ്വാഗതം. റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ്, അതാണ് RCEP എന്നതിൻ്റെ പൂർണ്ണരൂപം. മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ. RCEP എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് എന്താണ് സാമ്പത്തിക കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാണിജ്യ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ട്രേഡ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ട്രേഡ് ഡീൽ എന്നെല്ലാം ഇതിനെ വിളിക്കാം. രാജ്യങ്ങൾ തമ്മിൽ ഉൽപ്പന്നങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴുള്ള ടാക്സ്, ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനുള്ള രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന എഗ്രിമെൻറ്റ്, ഇതിനാണ് പ്രധാനമായും ട്രേഡ് ഡീൽ എന്ന് പറയുന്നത്. ഇത് 2 രാജ്യങ്ങൾ തമ്മിലോ 2-ലധികം രാജ്യങ്ങൾ തമ്മിലോ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ചേർന്നോ ഉള്ള ധാരണയാവാം. ചില ഉദാഹരണങ്ങൾ: US മെക്സിക്കോ കാനഡ എഗ്രിമെൻറ്റ് അങ്ങനെ ഒന്നാണ്. യൂറോപ്യൻ യൂണിയൻ മറ്റൊരു ഉദാഹരണമാണ്. പ്രധാന യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ഡീലാണ് യൂറോപ്യൻ യൂണിയൻ. ബ്രെക്സിറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഈ യൂറോപ്യൻ യൂണിയൻ എഗ്രിമെൻറ്റിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറുന്നതിനെ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടൻ്റെ എക്സിറ്റിനെയാണ് ബ്രെക്സിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആസിയാൻ, അതും അത്തരത്തിലുള്ള മറ്റൊരു കരാറാണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് ഇതിനെ വിളിക്കുക. ആസിയാൻ കരാർ. RCEP അത്തരത്തിലുള്ള 15 ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ട്രേഡ് ഡീലാണ്. റീജിയണൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ്, മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കരാർ അല്ലെങ്കിൽ ട്രേഡ് ഡീൽ എന്ന് RCEP വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതിൽ ഏകദേശം 2.5 ബില്യണിൽ പരം ജനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ലോക ജനസംഖ്യയുടെ ഏകദേശം 30% പേർ, അതുപോലെ തന്നെ ഏതാണ്ട് 30% സമ്പത്ത്, ലോക സമ്പത്ത്, അതായത് 30% ഓഫ് ഗ്ലോബൽ GDP. RCEPയുടെ ലക്ഷ്യം ഈ 15 അംഗരാജ്യങ്ങൾക്കിടയിലുള്ള ഇമ്പോർട്ട് താരിഫ് കുറയ്ക്കുക, സർവീസ് സെക്ടർ, അതായത് സേവന മേഖലയിലുള്ള വാണിജ്യം സുഗമമാക്കുക, നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയൊക്കെയാണ്. ബേസിക്കലി RCEP മൂലം ഈ അംഗരാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡിന് ഓരോ രാജ്യത്തിനും പ്രത്യേക റിക്വയർമെൻറ്റ്സ് ഇല്ലാതെ തന്നെ ഒരു രാജ്യം പോലെ കുറഞ്ഞ ചെലവിലും കുറഞ്ഞ സമയത്തും ട്രേഡ് നടത്താം എന്നതാണ്. ഇനി ഏതൊക്കെയാണ് 15 മെമ്പർ കൺട്രീസ്? ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കൂടാതെ 10 ആസിയാൻ രാജ്യങ്ങൾ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ഇന്തോനേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ബ്രൂണൈ, കംബോഡിയ, മ്യാൻമാർ, ലാവോസ്. അങ്ങനെ 2013 ആരംഭിച്ച ഇതിൻ്റെ ചർച്ചകളുടെ ഭാഗമായിരുന്നു ഇന്ത്യ. എന്നാൽ 2019 വിട്ടുനിൽക്കാൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യാം എന്ന നിലയിലുള്ള പ്രത്യേക പരിഗണന നൽകി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് അംഗരാജ്യങ്ങൾ പറയുന്നുണ്ട്. ഇനി എന്താണ് വേൾഡ് പൊളിറ്റിക്സിൽ RCEPക്കുള്ള പ്രാധാന്യം? നിങ്ങൾ ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓസ്ട്രേലിയ, ബ്രൂണൈ, കാനഡ, ചിലി, ജപ്പാൻ, മലേഷ്യ, മെക്സിക്കോ, ന്യൂസിലാൻഡ്, പെറു, സിംഗപ്പൂർ, വിയറ്റ്നാം ആൻഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത്രയും രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കാൻ ശ്രമിച്ച ഒരു എഗ്രിമെൻ്റാണ് ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ്. ലോകത്തിൽ മുഴുവൻ മേധാവിത്വം കളിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് തടസ്സം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറയാവുന്നത് US ആണ്. മുമ്പേ പറഞ്ഞ ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ് TPP ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡ് ഡീൽ ആകുമായിരുന്നു. 2017 ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിൽ നിന്ന് പിന്മാറുന്നതുവരെ. US പിന്മാറിയെങ്കിലും ബാക്കിയുള്ള മെമ്പേഴ്സ് ജപ്പാൻ്റെ നേതൃത്വത്തിൽ ഈ ഡീലുമായി മുന്നോട്ട് പോയി. അതിൻ്റെ പേര് പരിഷ്കരിച്ച് കോംപ്രിഹെൻസീവ് ആൻഡ് പ്രോഗ്രസീവ് എഗ്രിമെൻറ്റ് ഫോർ ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ് എന്നാക്കി. CPTPP, TPPയിൽ നിന്നും CPTPP ആക്കി. TPPയിൽ ചൈനയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. TPPക്ക് ബദലായി ചൈനയുടെ നേതൃത്വത്തിൽ ഉള്ളതാണ് RCEP എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ അത് അങ്ങനെയുള്ളതെന്നുള്ള വാദവുമുണ്ട്. ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റായ പീറ്റർ ഡ്രൈസ്ഡെയിൽ പറയുന്നത് RCEP ഒരു ആസിയാൻ കൺസെപ്ഷൻ ആണെന്നാണ്. എന്തായാലും TPPയിൽ നിന്ന് US പിന്മാറുകയും RCEP യാഥാർത്ഥ്യമാകുകയും ചെയ്തതോടെ ഏഷ്യ പസഫിക് മേഖലയിലുള്ള ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുക
തന്നെ ചെയ്തിട്ടുണ്ടെന്നതിൽ തർക്കമില്ല. എന്നിരുന്നാലും മിക്ക RCEP അംഗരാജ്യങ്ങളും രാഷ്ട്രീയപരമായും സൈനികപരമായും ചൈനയേക്കാൾ കൂടുതലായി US-നോട് അടുപ്പമുള്ളവരാണ്. ലൈക്ക് ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ, പിന്നെ ചില ആസിയാൻ രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ചൈന ബന്ധത്തെ എങ്ങനെ നോക്കിക്കാണുമെന്നുള്ളത് RCEPയുടെ വിജയത്തിനും നിർണായകമാണെന്നാണ് പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന ചെക്ക് റിപ്പബ്ലിക്കൻ ജേർണൽ പറയുന്നത്. അമേരിക്കയുടെ ഇൻ്റർനാഷണൽ ട്രേഡ് അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞത്. പ്രസിഡന്റ് ഇലക്ട് ജോൺ ബൈഡൻ ഇക്കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കും എന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമല്ലെന്ന് BBC-യുടെ റിപ്പോർട്ടും പറയുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് മേൽപ്പറഞ്ഞ ട്രേഡ് ഗ്രൂപ്പ്സിൻ്റെ സമവാക്യമാണ്. US, മെക്സിക്കോ, കാനഡ അഗ്രിമെൻറ്റ്, പിന്നെ 11 രാജ്യങ്ങൾ ചേരുന്ന CPTPP, അതിൽ നിന്ന് US പുറത്തുപോയി. 15 രാജ്യങ്ങളടങ്ങുന്ന RCEP. CPTPP-യിലും RCEP-യിലും കോമൺ ആയിട്ടുള്ള അംഗരാജ്യങ്ങളെയും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. RCEP 16 എന്നാൽ ഇന്ത്യ കൂടി ഭാഗമാകുന്ന RCEP ആണ് RCEP 16. ഇന്ത്യ എന്തുകൊണ്ട് വിട്ടുനിന്നു? RCEP നെഗോസിയേഷൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ 2019 ഇന്ത്യ പിന്മാറുകയുണ്ടായി. ഇന്ത്യയുടെ താല്പര്യങ്ങൾ, അതായത് കോർ ഇൻട്രസ്റ്റ് ചുറ്റിപ്പറ്റിയുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നതാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യയുടെ നിലവിലുള്ള കൺസേൺസ് തൃപ്തികരമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല, തൃപ്തികരമായി അഭിസംബോധന ചെയ്തിട്ടില്ല എന്നാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പുറത്താകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച വേളയിൽ പറഞ്ഞത്. എന്താണ് ഇന്ത്യയുടെ ഈ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന കോർ ഇൻട്രസ്റ്റ്? ഇന്ത്യയിലെ നിർമ്മാണ മേഖലയെ, അതായത് മാനുഫാക്ചറിങ് സെക്ടറിനെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. RCEP-യിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ വൻതോതിലുള്ള ഇറക്കുമതി, മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി വഴി ഒഴുകിയെത്തും. നിലവിലുള്ള ഇന്ത്യയുടെ ട്രേഡ് എഗ്രിമെൻറ്റ്സും താരിഫ് ഇളവുകളും ഇന്ത്യയിലേക്കുള്ള വില കുറഞ്ഞ പ്രൊഡക്ട്സിൻ്റെ ഇമ്പോർട്ടിലേക്ക് നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷത്തെ ഡേറ്റ പരിശോധിച്ചാൽ ഇന്ത്യൻ ഉൽപ്പാദകർക്ക് ഫോറിൻ പ്രൊഡക്ട്സുമായി മത്സരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അത് കാരണം ഒരുപാട് വിദേശ ബ്രാൻഡുകൾ ഇന്ത്യൻ വിപണി പിടിച്ചടക്കിയിട്ടുണ്ട്. ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, ടെലികോം, അങ്ങനെ ഒരുപാട് മേഖലയിൽ നമുക്കിത് കാണാൻ കഴിയും. ഇത് ഇന്ത്യൻ ഉൽപ്പാദകരെ സാരമായി ബാധിക്കുന്നു എന്നും കാണാൻ കഴിയും. ഇന്ത്യയിൽ RCEP-നെ എതിർക്കുന്നവർ എടുത്തു കാണിക്കുന്ന ഒരു ഉദാഹരണം പാൽ ഉൽപ്പന്നങ്ങളുമാണ്. RCEP-യിൽ ഇന്ത്യ വന്നാൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ വരികയും ഇന്ത്യയിലുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യക്ഷമത കുറഞ്ഞ ചെറുകിട കർഷകരെ അത് ബാധിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഇത് മറ്റ് രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി ഇനിയും വർദ്ധിപ്പിക്കും എന്നും ചൂണ്ടിക്കാട്ടുന്നു. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമായി വലിയ വ്യാപാര കമ്മി ഇപ്പോഴേ നിലവിലുണ്ട് ഇന്ത്യക്ക്. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. ഒരു ട്രേഡ് ഡീലും ഇല്ലാതെ തന്നെ ചൈനയുമായുള്ള ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഇപ്പോൾ തന്നെ 55 മുതൽ 60 വരെ ബില്യൺ ഡോളേഴ്സാണ്. അതിനിയും വർദ്ധിക്കും എന്നതാണ് ഇവിടെ പ്രശ്നം. ഇത് ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്ട്സിനെയും നിർമ്മാണ മേഖലയും ബാധിക്കാൻ ഇടയുണ്ടെന്ന കാഴ്ചപ്പാടിലാണ് ഇങ്ങനെയൊരു തീരുമാനം. നമ്മുടെ നിർമ്മാണ മേഖല, അതായത് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ ലോകോത്തര നിലവാരം ഇനിയും കൈവരിച്ചിട്ടില്ലാത്തതിനാൽ ലോക വിപണിയിൽ മത്സരിക്കാൻ കഴിയാതെ വരികയും അങ്ങനെ തകർച്ച നേരിടേണ്ടി വരികയും ചെയ്യും എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യക്ക് നിലവിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സും ആസിയാൻ രാജ്യങ്ങളുമായുള്ള മറ്റ് എഗ്രിമെൻറ്റ്സും കാര്യമായ ഗുണം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, വ്യാപാര കമ്മി കൂടുകയും ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. ട്രേഡ് ഡെഫിസിറ്റ്, അതായത് ഈ വ്യാപാര കമ്മി സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യയുടെ കൺസേൺസ് ശരിയായിട്ടും തൃപ്തികരമായിട്ടും അഡ്രസ്സ് ചെയ്യാൻ RCEP-ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ച കാരണങ്ങളിൽ പ്രധാനം. ഇന്ത്യയുടെ ടോപ്പ് 10 എക്സ്പോർട്സ്, അതായത് കയറ്റുമതി ആയ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ് എന്നീ സെക്ടേഴ്സ് ഈ ലോവർ താരിഫ് കാരണം ക്ഷയിച്ചു പോകാനുള്ള ഇടയുണ്ടെന്നും കണക്കുകൂട്ടുന്നു. അതായത് ഇറക്കുമതി കൂടും എന്ന് മാത്രമല്ല, ഉള്ള കയറ്റുമതി മൂല്യം കുറയുകയും ചെയ്യുമെന്ന് സാരം. അങ്ങനെ വന്നാൽ അത് ഇന്ത്യൻ എക്കണോമിയെ സാരമായി ബാധിക്കും. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, എഞ്ചിനീയറിംഗ് ഗുഡ്സിൻ്റെ മാത്രം എക്സ്പോർട്സിൻ്റെ കാര്യമെടുത്താൽ ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്സിൻ്റെ 25% വരുന്നത്. ഇതൊരു വലിയ സംഖ്യയാണ്. RCEP ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 92% ചരക്കുകൾക്കും താരിഫ് ഇല്ലാതാക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ മാനുഫാക്ചറിനെയും കർഷകരെ തന്നെയും അത് വളരെ ബാധിച്ചേക്കാം എന്ന് കണക്കുകൂട്ടുന്നു. അങ്ങനെ കർഷകരെ പ്രീതിപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് മോദി സർക്കാർ RCEP-യിൽ നിന്നും പിന്മാറിയതെന്നാണ് ദ പ്രിന്റിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. ഇനി ഇന്ത്യ വിട്ടുനിൽക്കുന്നതുകൊണ്ടുള്ള നഷ്ടം എന്താണ്? പീറ്റർസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക്സിൻ്റെ സ്റ്റഡിയിൽ പറയുന്നത്
RCEP ആഗോള വരുമാനത്തിൽ 2030 ആകുമ്പോഴേക്കും $186 ബില്യൺ വർധന ഉണ്ടാക്കുമെന്നാണ്. അതിൻ്റെ മുഖ്യ പങ്കും ലഭിക്കാൻ പോകുന്നത് ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ്. നഷ്ടം ഇന്ത്യക്കും. അത് സാമ്പത്തികമായി മാത്രമല്ല, പിന്നെയോ മേഖലയിലെ സ്വാധീനം കുറയാനും ഇടയാകും എന്നതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. US ചൈന ട്രേഡ് വാർ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ RCEPയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണ ശക്തി പ്രാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. RCEP അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് $428 ബില്യൺ കണ്ടു വർദ്ധിക്കുമെന്നും അല്ലാത്തവർ തമ്മിൽ ഇത് $48 ബില്യൺ കണ്ട് കുറയുമെന്നും ഇവരുടെ പഠനം പറയുന്നുണ്ട്. 2030 ഇന്ത്യ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന GDPയുടെ, അതായത് ഇന്ത്യ എത്തുമെന്ന് ഉദ്ദേശിക്കുന്ന GDPയുടെ 1.2% നഷ്ടം ഇതുമൂലം ഉണ്ടാകുമെന്നാണ് ചുരുക്കം. അതുമാത്രമല്ല, ഭാവിയിൽ ഇന്ത്യയിലേക്കുള്ള നിക്ഷേപങ്ങളെ ഇതെങ്ങനെ സ്വാധീനിക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. RCEP എഗ്രിമെൻറ്റിലെ ചാപ്റ്റർ 3 റൂൾസ് ഓഫ് ഒറിജിൻ RCEP മേഖലയെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡെസ്റ്റിനേഷനാക്കി മാറ്റും. അതായത് RCEP മേഖലയെ ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ ആക്കി മാറ്റും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് RCEP മേഖലയുടെ പുറത്തുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഗ്ലോബൽ കമ്പനീസ് മടി കാണിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്താണ് റൂൾസ് ഓഫ് ഒറിജിൻ? റൂൾസ് ഓഫ് ഒറിജിൻ സൂചിപ്പിക്കുന്നത് ഒരു ഉൽപ്പന്നം ഏത് രാജ്യത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള മാനദണ്ഡം, അതായത് ക്രൈറ്റീരിയയാണ്. RCEPയിൽ കോമൺ റൂൾസ് ഓഫ് ഒറിജിൻ പ്രകാരം അംഗരാജ്യങ്ങളിൽ നിന്നും റോ മെറ്റീരിയൽസ് വാങ്ങി അംഗരാജ്യങ്ങളിൽ തന്നെ നിർമ്മിക്കുന്ന കരാറിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് ഈ അംഗരാജ്യങ്ങളിൽ എവിടെയും ഒരേ താരിഫും പ്രിഫറൻസും പ്രാമുഖ്യവുമായിരിക്കും. അതുകാരണം നിർമ്മാതാക്കൾ പ്രിഫർ ചെയ്യുന്നത്, അതായത് ഗ്ലോബൽ കമ്പനീസ്, മാനുഫാക്ചറേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യയേക്കാൾ ഈ RCEP അംഗരാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനായിരിക്കും എന്നതാണ് ഒരു പ്രശ്നം. ചൈനയിൽ നിന്ന് വിട്ടുപോകുന്ന അല്ലെങ്കിൽ ചൈനയ്ക്ക് പുറത്തേക്ക് വികസിപ്പിക്കാൻ ആലോചിക്കുന്ന കമ്പനികളെ ആകർഷിക്കുവാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇതൊരു തിരിച്ചടിയാകും. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്കുള്ളത് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിന് അങ്ങനെ ഇന്ത്യയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് തങ്ങളുടെ സെയിൽസും വരുമാനവും വർദ്ധിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഉയരുന്ന മറ്റൊരു വാദം, ഇന്ത്യയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നില്ലെങ്കിൽ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് ഇന്നത്തെ നിലവാരത്തിൽ നിന്ന് ഉയർന്നു വരാൻ പ്രയാസമാണെന്നാണ്. ഇന്ത്യ RCEPയിൽ ജോയിൻ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഇക്കൂട്ടരുടെ വാദം. മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ GDPയുടെ 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാനുഫാക്ചറിങ് സെക്ടർ ആക്കണം എന്നുള്ളത്. വളരെ അംബീഷ്യസ് ആയ ഈ ടാർഗറ്റ് ഇപ്പോൾ മോദിയും വച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് വളരെ അംബീഷ്യസ് ആണെന്നും ഈ ടാർഗറ്റ് എത്തിപ്പെടണമെങ്കിൽ RCEP പോലുള്ള റീജിയണൽ കൂട്ടായ്മയിൽ സഹകരിക്കേണ്ടതുണ്ട് എന്നുമാണ് ഒരു വാദം. എന്നാൽ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഗ്ലോബലിയെ തന്നെ ഒട്ടും കോമ്പറ്റീറ്റീവ് അല്ലാത്ത ഇന്നത്തെ അവസ്ഥ വെച്ച് ഇതൊരു നടക്കാത്ത സ്വപ്നമാണ്. ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ജോയിൻ ചെയ്യാം എന്ന ഔദാര്യം ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ലക്ഷ്യം വെച്ചുള്ള RCEP അംഗരാജ്യങ്ങളുടെ ഒരു തന്ത്രം മാത്രമാണ്. RCEP ഇന്ത്യക്ക് നല്ലതോ ചീത്തയോ എന്നതിലുപരി ഇന്ത്യയുടെ നിർമ്മാണ മേഖലയുടെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥ വിളിച്ചു പറയുന്നതാണ് RCEPയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഇന്ത്യയുടെ തീരുമാനം. കഴിഞ്ഞ 10-30 വർഷത്തെ ഇക്കണോമിക് റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശേഷവും ഇന്ത്യൻ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യൻ മാനുഫാക്ചറിങ് സെക്ടർ ആഗോളതലത്തിൽ മത്സരിക്കുവാൻ കെൽപ്പുള്ളവരല്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ സത്യമാണ്. ലോകോത്തര കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരെ പറ്റി നമ്മൾ അഭിമാനം കൊള്ളുമ്പോഴും നമ്മുടെ രാജ്യത്തെ കമ്പനികൾ ലോക നിലവാരത്തിൽ എത്താത്തതിനെ പറ്റി ലജ്ജിക്കുക തന്നെ വേണം. സാമ്പത്തിക പരിഷ്കാരത്തിലുപരി വലിയ രീതിയിലുള്ള നിലവിലുള്ള സിസ്റ്റം തന്നെ ഉടച്ചു വാർക്കുന്ന തരത്തിലുള്ള വലിയ റിഫോർമേഷൻ തന്നെ നടപ്പാക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പള്ളി പൊളിക്കുന്നതോ അമ്പലമോ പ്രതിമയോ പാർലമെൻറ്റ് മന്ദിരം പണിയുന്നതോ പൗരത്വം നൽകുന്നതോ യൂണിഫൈഡ് സിവിൽ കോഡോ ഒക്കെയാണോ നമ്മുടെ രാജ്യത്തിന് ഇന്ന് അത്യാവശ്യം വേണ്ടതെന്ന് ഇന്ത്യ ഗവൺമെൻറ്റും ജനങ്ങളും ചിന്തിക്കണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നന്ദി.